ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെപ്പർ ഫ്രൈ ആണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ബീഫ് പെപ്പർ ഫ്രൈ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബീഫ് പെപ്പർ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞതാണ്. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചതച്ചെടുത്താണ് നമുക്ക് പെപ്പർ ഫ്രൈ ആയതുകൊണ്ട്. പിന്നെ ഒരു 4-5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കടുക് വറുക്കാൻ വേണ്ടി ലാസ്റ്റിൽ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് വലുത് കീറിയെടുത്താണ്, 3 വറ്റൽമുളക് മുറിച്ചെടുത്തുകൊണ്ട്, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ബീഫും മസാലയും എല്ലാം കൂടെ അത് പുരട്ടി വേവിച്ചെടുക്കാം. ബീഫ് ഞാൻ അതിട്ടു, സവാള, ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടി നല്ലോണം ഇളക്കി വേവിച്ചെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോട് ഒഴിച്ചൊന്ന് വേവിക്കും. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം വെയിറ്റ് വെച്ച് സിമ്മിലൊരു ലോ മീഡിയമിലിട്ടിട്ട് നമുക്കൊരു 3 വിസിലടിച്ചിട്ട് നമുക്ക് വാങ്ങാം. നമ്മളൊരു 4 വിസിലോളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വാങ്ങി വെക്കാം. കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അതെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 70% വെന്തിട്ടുണ്ട്. ഞാനത് ഉപ്പിടാൻ വിട്ടുപോയി. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തിടാം. അതെന്നിട്ട് ഇളക്കി വെക്കാം. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊച്ചുള്ളി ഇതിലേക്കിടാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും വറ്റൽമുളക് മുറിച്ചും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരാൻ നോക്കി വയ്ക്കും. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ഇറച്ചി വെള്ളത്തോട് ഉപയോഗിക്കാം. ഈ വെള്ളം നമുക്ക് വറ്റിപ്പോകും. നമ്മൾ തീ അല്പം കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഈ വെള്ളം ഇതിനകത്ത് കിടന്ന് വറ്റിയെടുക്കണം. എങ്കിലേ മസാലയൊക്കെ നമുക്ക് ബീഫെ പിടിക്കുകയുള്ളൂ. ബീഫ് നമ്മളൊരു 70-75% വെന്തിട്ടുള്ളൂ. ബാക്കി ഇതിനകത്ത് കിടന്ന് വേണം ഫ്രൈ ആകുമ്പോൾ. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കുരുമുളക് പൊടി പെരിഞ്ചീരകം കൂടി ചതച്ച് വെച്ച് നമുക്ക് അതിനകത്ത് ഇനി നമുക്ക് അല്പം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബീഫിലെ വെള്ളം വറ്റി ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും. കാരണം വെള്ളം വറ്റുന്നിടം വരെ നല്ല തീയിലും, പിന്നെ വെള്ളം വറ്റി നമ്മൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ചെറിയ തീയിലും ഇട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കും. നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ ശരിയായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.